ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ ഫെസ്റ്റിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകാൻ നേപ്പാളിലെ കാഠ്മണ്ഡു എന്ന് പറയുന്നത് നേപ്പാളിൽ തന്നെ തലസ്ഥാനമായ കാഠ്മണ്ഡു നമുക്ക് എങ്ങനെ നമുക്ക് കറങ്ങുന്നതിൻ്റെ ഡീറ്റെയിൽസാണ്. അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകൾ കാരണം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് നേപ്പാൾ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും, നേപ്പാൾ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് എത്തിപ്പെടാവുന്ന ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ നമ്മൾ നേപ്പാളിലേക്ക് എൻ്റർ ചെയ്തിട്ട് പിന്നെ നമുക്ക് പോകണം കാഠ്മണ്ഡുവിലാണ്. കൂടുതലും ആൾക്കാർ പോകുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കാഠ്മണ്ഡുവിലുള്ള സ്ഥലങ്ങളും, പിന്നെ പൊക്കാറ, പിന്നെ ലുംബിനി. ഈ പൊക്കാറ അല്ലെങ്കിൽ ലുംബിനിയൊക്കെ നമ്മൾ എന്തായാലും അടുത്തൊരു വീഡിയോ പറയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി വെച്ചാൽ നമ്മൾ കാഠ്മണ്ഡുവിലുള്ള ഓരോ ടൂറിസ്റ്റ് സ്ഥലങ്ങളും അവിടെ പോകുന്ന ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നേരെ ഗോരഖ്പൂർ വന്നിട്ട് നമ്മൾ നേരെ സോണയിലേക്ക് പോകുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളം നേരെ ഗോരഖ്പൂർ വന്നിട്ട് ഗോരഖ്പൂർ നേരെ സോണയിലും പോകുന്ന ഡീറ്റെയിൽസ് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ സോണയിലേക്ക് നിന്ന് നേരെ കാഠ്മണ്ഡുവിലേക്ക് നമുക്ക് എത്തിപ്പെടുന്ന ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി പോകുന്നത്. സോണയിൽ നേരെ കാഠ്മണ്ഡുവിലേക്ക് നമുക്ക് പോകുന്നത്. അപ്പോൾ സോണയിൽ നേരെ കാഠ്മണ്ഡുവിൽ ഒരുപാട് ബസ്സുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ബൈ ബസ് എടുക്കാം, അല്ലെങ്കിൽ ഷെയർ ടാക്സി എടുക്കാം. ബസ്സാകുമ്പോൾ നമുക്ക് 600 രൂപ മുതൽ നമുക്ക് ബസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് കൂടാതെ നമുക്ക് ഷെയർ ടാക്സി നമുക്ക് 500 രൂപ മുതൽ 700 രൂപ നിരക്കിൽ നമുക്ക് ഒരുപാട് ഷെയർ ടാക്സി നമുക്ക് അവൈലബിൾ ആണ്. സോണയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പോകാൻ വേണ്ടിയുള്ള യാത്ര ടൈമിംഗ് എന്ന് വെച്ചാൽ 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെയുള്ള ടൈമിങ്ങാണ് നമുക്ക് വരുന്നത്, ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി വരുന്നത്. അങ്ങനെ നേരെ എന്ത് ചെയ്യുക, നേരെ സോണയിൽ നേരെ കാഠ്മണ്ഡുവിലേക്ക് നേരെ പോയി ഇറങ്ങുക. കാഠ്മണ്ഡുവിൽ കാഠ്മണ്ഡുവിൽ നമുക്ക് എത്തിക്കുന്നതിന് ശേഷം കാഠ്മണ്ഡുവിൽ കറങ്ങേണ്ട സ്ഥലങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ നമ്മൾ കാഠ്മണ്ഡുവിൽ എത്തിയ ശേഷം ഫസ്റ്റ് എടുക്കുന്നത് നമ്മൾ റൂമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ തമിഴ് മാർഗ് എന്നിട്ട് മാർക്കറ്റ് ഉണ്ട്, അവിടെ നിങ്ങൾ റൂം എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് 300 രൂപ മുതൽ 1000 രൂപ നിരക്കിലേക്ക് നമുക്ക് റൂമുകളൊക്കെ അവൈലബിൾ ആണ്. ലോ ബഡ്ജറ്റായിട്ട് പോകുന്ന ട്രാവലേഴ്സിന് പറ്റുന്ന ഒരു റൂംസൊക്കെയാണ് ഈ ഒരു 300 രൂപ മുതലുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പറ്റുന്ന രീതിയിലുള്ള റൂംസൊക്കെ നിങ്ങൾ എടുക്കുക. ഈ ഒരു തമിഴ് മാർഗിൽ എടുക്കുന്നതിനെ കുറച്ച് ബെറ്റർ. അവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ വെച്ചാൽ അടിപൊളി നൈറ്റ് ലൈഫാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പട്ടായ പോലത്തെ ആ ഒരു ഫീൽ കിട്ടുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് ഈ ഒരു തമിഴ് മാർഗ് എന്ന് പറഞ്ഞ മാർക്കറ്റ്. അത് നിങ്ങളൊരു റൂമെല്ലാം എടുത്ത ശേഷം ഫ്രഷ് എല്ലാം ശേഷം നേരെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡേ അന്ന് ദിവസം പശുപതിനാഥ് ടെമ്പിൾ എന്നൊരു ടെമ്പിളുണ്ട്. ആ ഒരു ടെമ്പിളിലേക്ക് പോവുക, അവിടുത്തെ ആർക്കിടെക്റ്റും എല്ലാം കാണുക. പിന്നെ അത് കൂടാതെ നിങ്ങൾ അന്ന് രാത്രി അവിടെ ആരതി നടക്കുന്നുണ്ട്, ആ ആരതി എല്ലാം കാണുക. അതിനുശേഷം തിരിച്ച് നേരെ നിങ്ങൾ ആ ഒരു റൂമിലേക്ക് വരിക. അതാണ് അന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ പ്ലാൻ. കാഠ്മണ്ഡുവിലെ രണ്ടാമത്തെ ദിവസം നമുക്ക് പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സ്വയംനാഥ് ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട്. അത് ബുദ്ധ മൂവിയൊക്കെ ഒരുപാട് ഷൂട്ട് ചെയ്തൊരു ഭാഗമാണ് ഈ ഒരു സ്വയംനാഥ് ടെമ്പിൾ. പിന്നെ വെച്ചാൽ ബുദ്ധ പാർക്ക് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ആണെന്നാലും ബുദ്ധ പാർക്കിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. പിന്നെ വെച്ചാൽ ബുദ്ധ നീൽക്കന്ത് എന്ന് പറഞ്ഞിട്ട് ടെമ്പിൾ ഉണ്ട്, ആ ഒരു ടെമ്പിളിലേക്ക് നമുക്ക് പോകാം. പിന്നെ വെച്ചാൽ ബുദ്ധ സ്തൂപ ഉണ്ട്. പിന്നെ ഈ ബുദ്ധ സ്തൂപേൻ്റെ പുറത്തായിട്ട് തന്നെ നമുക്ക് ബുദ്ധ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഒരുപാട് ടിബറ്റിൻ ഫുഡ്സ് കാര്യങ്ങളുണ്ട്. ആ ഒരു ഫുഡ്സൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ദിവസം ഇത്രയും സ്ഥലങ്ങൾ കാണുക. പിന്നെ മൂന്നാമത്തെ ദിവസം കാഠ്മണ്ഡുവിൽ കറങ്ങുന്ന സ്ഥലങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് ഭക്തപുര ദർബാർ സ്ക്വയർ. നമുക്ക് ഈ ഒരു ദർബാർ സ്ക്വയർ എന്ന് വെച്ചാൽ ഭക്തപുര ദർബാർ സ്ക്വയർ എന്ന് വെച്ചാൽ യുനെസ്കോ ഹെറിറ്റേജ് ആയിട്ടുള്ള സ്പേസ് കൂടിയാണ്. പിന്നെ ഒരു വെച്ചാൽ ചക്രനാരായണ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ടെമ്പിൾ ഉണ്ട്. അത് നേപ്പാളിലെ തന്നെ ആദ്യത്തെ ഒരു ടെമ്പിളാണ് ഈ ഒരു ചക്രനാരായണ ടെമ്പിൾ. പിന്നെ വെച്ചാൽ കാഠ്മണ്ഡുവിലെ ദർബാർ സ്ക്വയർ. ഇവിടെ വെച്ചാൽ വൈകുന്നേരം ടൈമിൽ കുമാരി ദേവീൻ്റെ ഒരു പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാണുക. അതിനുശേഷം തിരിച്ച് നിങ്ങൾ റൂമിലേക്ക് പോവുക. കാഠ്മണ്ഡുവിൽ ഇനി 4ാമത്തെ ദിവസം നമുക്ക് പോകേണ്ട ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി പോകുന്നത് ഡേ 4 10ാം ദർബാർ സ്ക്വയർ പോവുക. പിന്നെ വെച്ചാൽ നാരായൺ ഹിന്ദി പാലസ് മ്യൂസിയം ഉണ്ട്, അവിടെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. പിന്നെ വെച്ചാൽ ഗുഹേശ്വരി ടെമ്പിൾ, അവിടെ പോവുക. അതിനുശേഷം പിന്നെ വെച്ചാൽ നൈറ്റ് ലൈഫ് നിങ്ങൾക്ക് തമിഴ് മാർഗ് നമ്മുടെ മാർക്കറ്റ് ഉണ്ട്, ആ ഒരു മാർക്കറ്റിൽ നിങ്ങൾക്ക് അന്നത്തെ രാത്രി നിങ്ങൾക്ക് നൈറ്റ് ലൈഫ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്നതാണ്. ഈ നൈറ്റ് ലൈഫ് എന്ന് വേണമെങ്കിൽ ഇതിലേതെങ്കിലും ദിവസം എനിക്ക് അങ്ങനെ പോകുന്നെങ്കിൽ അങ്ങനെ പോകാൻ പറ്റുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്കപ്പോൾ ഈ ഒരു കാഠ്മണ്ഡുവിൽ നമുക്ക് കറങ്ങുന്നതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. ഞാനായിട്ട് തന്നെ ബുദ്ധ മൂവിയിൽ ഒരുപാട് ഷൂട്ടിംഗ് കാണുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു സ്വയംനാഥ് ടെമ്പിൾ. പിന്നെ വെച്ചാൽ ഭക്തപുര ദർബാർ സ്ക്വയറൊക്കെ ഒരുപാട് ഷൂട്ടിംഗ് കാണുന്ന ഒരു പ്ലേസസാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു കാഠ്മണ്ഡുവിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാഠ്മണ്ഡുവിലെ നമുക്ക് ഇറങ്ങുന്ന ഡീറ്റെയിൽസിലുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടത് ബെല്ലേക്ക് ഒന്ന് എനേബിൾ ഇട്ടാൽ നിങ്ങൾക്ക് ഇതുള്ള യാത്ര പറഞ്ഞ് ഇൻഫർമേഷൻ അടുത്തൊരു വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു നേപ്പാളിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.